അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിമേലൊരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു, ആഴിയുടെ ഉറവുകളും ആകാശത്തിൻ്റെ കിളിവാതിലുകളും അടഞ്ഞു. ആകാശത്തു നിന്നുള്ള മഴയും നിന്നു, വെള്ളം ഇടപെടാതെ ഭൂമിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നു. 150 ദിവസം കഴിഞ്ഞ ശേഷം വെള്ളം കുറഞ്ഞു തുടങ്ങി. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യങ്ങളാണ് നാം കേട്ടത്. ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതത്തിൻ്റെ മുകളിൽ 15 മുഴം വെള്ളം ഉയർന്നു. അത്രയ്ക്കും ഉയരത്തിലാണ് ഇപ്പോൾ നോഹയുടെ പെട്ടകം സ്ഥിതി ചെയ്യുന്നത്. ലോകപ്രകാരം നോക്കിയാൽ പ്രത്യാശയ്ക്ക് വകയില്ലാത്ത സാഹചര്യമായിരുന്നു നോഹയ്ക്ക് ഉണ്ടായിരുന്നത്. മുകളിൽ ആകാശവും താഴെ വെള്ളവും മാത്രം. നോഹയോട് കൂടെയുള്ള 7 കുടുംബാംഗങ്ങൾ കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം ചോദിച്ചാൽ ഉത്തരം പറയുവാൻ കഴിവില്ലാത്ത ജീവികൾ മാത്രം. എന്നാൽ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവനായ നോഹയ്ക്ക് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നു. പെട്ടകത്തിനുള്ളിൽ കയറിയ നാൾ മുതൽ 6 ദിവസം വരെയും മഴ പെയ്യാതിരുന്നു. എങ്കിലും 7-ാം ദിവസം ദൈവം തന്നോട് പറഞ്ഞിരുന്ന ജലപ്രളയം തുടങ്ങുമാറാക്കിയ ദൈവം തന്നെ കൈവിടുകയില്ല എന്ന ഉറപ്പ് നോഹയ്ക്ക് ഉണ്ടായിരുന്നു. നോഹ ദൈവത്തിൽ ആശ്രയിച്ചു. തന്നിൽ ആശ്രയിക്കുന്നവർ ഉപേക്ഷിക്കാത്ത ദൈവം പെട്ടകത്തിൻ്റെ കിളിവാതിൽ അടച്ച് പെട്ടകം വിട്ട് പോവുകയല്ല ചെയ്തത്. പിന്നെയോ യഹോവ ജലപ്രളയത്തിന്മേൽ ഇരിക്കുകയാണ് ചെയ്തത് എന്ന് 29-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ജലപ്രളയത്തിന്മേൽ അഥവാ പെട്ടകത്തിന് മുകളിൽ ഇരിക്കുക മാത്രമല്ല, നോഹയെയും പെട്ടകത്തിലുള്ള സകലരെയും ഓർത്തു എന്നും നാം കേട്ട് കഴിഞ്ഞു. ദൈവം ഒരു വ്യക്തിയെ ഓർക്കണമെങ്കിൽ നിശ്ചയമായും ആ വ്യക്തി ദൈവകൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ദൈവത്തോടൊപ്പം ഹാനോക്കിനെ പോലെ നടക്കുവാൻ അഥവാ ജീവിക്കുവാൻ തയ്യാറാകണം. ദൈവത്തിൻ്റെ പ്രമാണം തൻ്റെ ലൈഫ് സ്റ്റൈൽ ആക്കി നാം എപ്രകാരം ജീവിക്കണമെന്ന് ദൈവവചനം കൽപ്പിക്കുന്നുവോ അപ്രകാരം തന്നെ നാം ജീവിക്കണം. 2 പേർ ഒത്തിട്ടല്ലാതെ എങ്ങനെ ഒരുമിച്ച് നടക്കുമെന്ന് ആമോസ് പ്രവചനം 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം തന്നോട് കൽപ്പിച്ചതുപോലെ തന്നെ നോഹ ചെയ്തുവെന്ന ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 22-ാം വാക്യത്തിലും നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോടുകൂടെ നടന്നുവെന്ന് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 9-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെയുള്ള നോഹയെയാണ് ദൈവം ഓർത്തത്. ഇങ്ങനെയുള്ള വ്യക്തികൾ എവിടെയായിരുന്നാലും ദൈവം ഓർക്കും. 7 ഇരട്ടി ശക്തി കൂട്ടിയ നെബൂഖദ്നേസർ രാജാവിൻ്റെ അഗ്നികുണ്ഡത്തിലായിരുന്നാലും ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോയെയും ദൈവം ഓർക്കും. ശക്തന്മാരായ സിംഹങ്ങൾ വസിക്കുന്ന ഗുഹയിൽ രാജ്യം ഭരിക്കുന്ന രാജാവ് തന്നെ ദാനിയേലിനിട്ടാലും ദൈവമകനായ ദാനിയേലിനെ ദൈവം ഓർക്കാതിരിക്കുകയില്ല. എത്ര ശക്തനായ ഗോലിയാത്താണെങ്കിലും ദൈവത്തെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്ന ദാവീദിൻ്റെ മുമ്പിൽ ചത്തു വീഴുവാൻ തക്കവണ്ണം ദൈവം ദാവീദിനെ ഓർക്കും. അതെ, ദൈവം ഒന്ന് ഓർത്താൽ തീയുടെ ശക്തി കെട്ടുപോകും, സിംഹങ്ങളുടെ വായ് അടയും. ദൈവം നോഹയെ ഓർത്തപ്പോൾ ഭൂമിയിൽ ദൈവം ഒരു കാറ്റടിപ്പിച്ചു. ഉടനെ വെള്ളത്തിൻ്റെ വരവ് നിലച്ചു, ആഴിയുടെ ഉറവുകളും ആകാശത്തിൻ്റെ കിളിവാതിലുകളും അടഞ്ഞു. ആകാശത്തു നിന്നുള്ള മഴയും നിന്നു. അതുവരെ പെട്ടകത്തിന് പ്രതികൂലമായിരുന്ന സകല കാര്യങ്ങളും ദൈവം അടിപ്പിച്ച കാറ്റ് മൂലം നിന്നുപോയി. നമ്മെ പ്രതികൂലത്തിലാക്കുന്ന ഏത് പ്രതിസന്ധിയും നമ്മെ വിട്ടു പോകുവാനോ ആ പ്രതിസന്ധികൾ നമുക്ക് അനുകൂലമാക്കി തീർക്കുവാനോ ദൈവത്തിൻ്റെ ഒരു നോട്ടത്തിനോ ഒരു കാറ്റിനോ കഴിയുമെന്ന് നാം ഓർക്കണം. സകല ജനവും അന്യജടം മോഹിച്ച് തങ്ങളുടെ വഴി വഷളാക്കിക്കൊണ്ട് ദൈവത്തെ കോപിപ്പിക്കത്തക്കവണ്ണം വഷളത്വം പ്രവർത്തിച്ചിരുന്ന കാലത്താണ് നോഹ ദൈവത്തോടുകൂടെ ദൈവം പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിച്ചു കൊണ്ട് നടന്നത് എന്ന് നാം മനസ്സിലാക്കണം. നോഹ ദൈവത്തെ അനുസരിച്ച് കൊണ്ട് ജീവിച്ചതുപോലെ ഇന്ന് നമുക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് നാം പാപത്തിൽ രസിക്കുവാൻ തുടങ്ങിയാൽ നാം പ്രതീക്ഷിക്കാത്ത സമയത്ത് മരണം നമ്മെ കൊണ്ടുപോവുകയോ കർത്താവായ യേശു ക്രിസ്തു ആകാശമേഘത്തിൽ പ്രത്യക്ഷനാവുകയോ ചെയ്താൽ നമ്മുടെ മരണശേഷമുള്ള നിത്യജീവൻ ഗന്ധകം കത്തുന്ന തീ പൊയ്കയിൽ നാം ചിലവഴിക്കേണ്ടി വരുമെന്ന് കർത്താവായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് നാം ഓർക്കണം. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് സ്നാനം മുങ്ങിയാൽ നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ ദൈവം എഴുതുകയും കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്തതും കർത്താവായ യേശു ക്രിസ്തു പണിതുകൊണ്ടിരിക്കുന്നതുമായ സഭയുടെ ഒരു ജീവനുള്ള കല്ലായി നമ്മെയും ചേർത്ത് പണിയും എന്നും യഥാക്രമം ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 20-ാം വാക്യത്തിലും
1 പത്രോസ് 2 അധ്യായം 4 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലും സൂചിപ്പിച്ചിരിക്കുന്നു. തന്നെയുമല്ല, നാം മാനസാന്തരപ്പെട്ടതിന് ശേഷം സ്നാനം മുങ്ങി പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചാൽ നാം രക്ഷിക്കപ്പെടും. അഥവാ നിത്യനരകത്തിൽ നിന്നും സാത്താൻ്റെ ബന്ധനത്തിൽ നിന്നും രക്ഷപ്പെട്ട് ദൈവമക്കളും സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളുമാകുവാൻ തക്കവണ്ണം കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്ത യേശുക്രിസ്തു പണിതുകൊണ്ടിരിക്കുന്ന സത്യസഭയിലേക്ക് നമ്മെ കർത്താവായ യേശുക്രിസ്തു തന്നെ ചേർക്കും എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 2 അധ്യായം 47 വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 2 അധ്യായം 47 വാക്യത്തിൻ്റെ അവസാന ഭാഗമാണ് നാം കേട്ടത്. എന്നാൽ നാം പാപം ചെയ്താൽ ജീവപുസ്തകത്തിൽ നിന്നും നമ്മുടെ പേര് ദൈവം മായ്ച്ചു കളയുമെന്ന് പുറപ്പാട് പുസ്തകം 32 അധ്യായം 33 വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീ പൊയ്കയിൽ തള്ളിക്കളയുമെന്ന് വെളിപ്പാട് പുസ്തകം 20 അധ്യായം 15 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ തീ പൊയ്കയാണ് 2ാം മരണം എന്ന് വെളിപ്പാട് പുസ്തകം 20 അധ്യായം 15 വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം ഈ തീ പൊയ്കയിൽ നിന്നും രക്ഷ പ്രാപിക്കുവാനാണ് ദൈവം തൻ്റെ ഓമനപുത്രനും ഏകജാതനുമായ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി നമ്മെ ദൈവമക്കളാക്കി തീർക്കുവാൻ കാൽവരി ക്രൂശിൽ തകർത്തു കളഞ്ഞത്. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ അഥവാ ക്രൂശിക്കപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂമിയിലെ സകല മനുഷ്യരും മഹാസർപ്പമായ സാത്താൻ നിയമിച്ച മൃഗത്തെ അഥവാ ഭൂതത്തെ ആരാധിക്കുമെന്ന് വെളിപ്പാട് പുസ്തകം 13 അധ്യായം 8 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. തന്നെയുമല്ല, ഈ മൃഗത്തെ ആരാധിക്കുന്നവർ നിശ്ചയമായും മൃഗത്തിൻ്റെ സംഖ്യയായ 666 എന്ന സംഖ്യകൾ വലങ്കൈമേലോ നെറ്റിമേലോ മുദ്രയേൽക്കേണ്ടി വരും എന്ന് വെളിപ്പാട് പുസ്തകം 13 അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്രകാരം പ്രതിമയെ നമസ്കരിക്കുന്നവരും 666 എന്ന സംഖ്യകളുടെ മുദ്ര ഏൽക്കുന്നവരും ജീവപുസ്തകത്തിൽ നിന്നും പേര് വെട്ടപ്പെട്ടവരാണെന്ന് നാം ഓർക്കണം. അവരാണ് ഗന്ധകം കത്തുന്ന തീ പൊയ്കയിലേക്ക് വീഴേണ്ടി വരുന്നവർ. ആ തീ പൊയ്കയിൽ രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാവുകയില്ല എന്ന് വെളിപ്പാട് പുസ്തകം 14 അധ്യായം 11 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം നിത്യനരകത്തിൽ വീഴാതിരിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നമ്മുടെ പാപവും ശാപവും തൻ്റെ ചുമലിൽ വഹിച്ചുകൊണ്ട് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നതും അവസാന തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ഊറ്റി തന്നതും തൻ്റെ പ്രാണനെ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അരിമത്യക്കാരനായ ജോസഫിൻ്റെ കല്ലറിൽ അടക്കപ്പെട്ട് 3-ാം ദിവസം ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറിപ്പോയി പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥത യാചിച്ചു കൊണ്ടിരിക്കുന്നതുമെന്ന് നാം മറക്കരുത്. പാപം ചെയ്യാതെ ഈ ഭൂമിയിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമ്മുടെ ശക്തിക്കോ ബുദ്ധിക്കോ ഒരിക്കലും കഴിയുകയില്ല എന്ന് വ്യക്തമായി അറിയാമായിരുന്ന യേശു ക്രിസ്തു ഇഷ്ടപ്രകാരം അവൻ്റെ ആത്മാവിനെ നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ചു തന്നിട്ടുണ്ടെന്ന് നാം മനസ്സിലാക്കുകയും യേശുവിൻ്റെ ആത്മാവിനെ നാം പ്രാപിക്കുകയും ചെയ്യേണ്ടതാണെന്ന് നാം ഓർക്കണം. യേശുവിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ പരിശുദ്ധാത്മാവ് നമ്മെ സകല സത്യത്തിലും വഴി നടത്തുകയും യേശുവിൻ്റെ കൽപ്പനകളെല്ലാം നമുക്ക് ഓർപ്പിച്ച് തരികയും ചെയ്യും എന്ന് യേശു പഠിപ്പിച്ചു. യേശുവിൻ്റെ ആത്മാവിനെ യേശു നമുക്ക് തരുവാനായി നാം ചെയ്യേണ്ടത് നമ്മുടെ പാപങ്ങൾ നാം അംഗീകരിക്കുകയും പാപത്തെ വെറുക്കുകയും ചെയ്യുക എന്നതും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം മുങ്ങുകയും ചെയ്യുക എന്നതുമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, രോഗിയെപ്പോലെ ഈ തലമുറയിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ ജീവിക്കുവാനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനുമായി ദൈവവചനമായ ബൈബിൾ തുടക്കം മുതൽ അവസാനം വരെ തുടർച്ചയായി വായിക്കുകയും നാം അനുസരിക്കുവാനായ ദൈവം തന്ന കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് നിത്യജീവനെ പ്രാപിക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങ് രക്ഷിതാവായി സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ അതിനുള്ള അവസരം അങ്ങ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വചനം വായിക്കുവാനും ഗ്രഹിക്കുവാനും അതിന് പ്രകാരം ജീവിക്കുവാനും മടിയനെ കേൾക്കുന്ന അങ്ങനെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. സാമ്പത്തികമായി ഞെരുങ്ങുന്നവർക്ക് സാമ്പത്തിക ക്ലേശം മാറ്റി കൊടുക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.